കഴിഞ്ഞ 2-3 ദിവസം മുന്നേ ഞാൻ ചീനിക്കിഴങ്ങ് മേടിച്ചതായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു, ഞാനിങ്ങനെ കവറിനകത്ത് പൊതിഞ്ഞ്. അതുകൊണ്ട് അതിന് വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല. ഇച്ചിരിയൊക്കെ ശേഷം ഒന്ന് കറുത്ത് വന്നിട്ടുണ്ട്, പക്ഷേ എങ്കിലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളുണ്ടല്ലോ, മിക്കവരും 4 മണിക്ക് വരുമ്പോഴും അല്ലെങ്കിൽ വൈകുന്നേരം ഡിന്നറും ഒക്കെ കഴിക്കുന്ന എല്ലാം അവരെന്തായിരിക്കും, മോഡേൺ ഐറ്റംസായ ആഹാരങ്ങളാണ്. ഇപ്പം 4 മണിക്ക് വരുമ്പോൾ മിക്ക കുട്ടികളും ബ്രെഡ് അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള എണ്ണ പലഹാരങ്ങൾ അല്ലെങ്കിൽ ചിപ്സ് ഐറ്റംസ്, ഇങ്ങനെ പല പല ആഹാരങ്ങളാണ് മിക്കവരും ഓർഡർ ചെയ്തൊക്കെ മേടിക്കുന്നത്. അപ്പം നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ വീട്ടിലെ മുതിർന്നവർക്ക് എല്ലാവർക്കും ഇതുപോലെ ചീനിക്കിഴങ്ങുകളൊക്കെ മേടിച്ച് കുട്ടികൾക്ക് പുഴുങ്ങി കഴിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, അവരുടെ ആരോഗ്യത്തിന് ഭയങ്കര ഗുണം ചെയ്യും. അവർക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. പിന്നെ അവരുടെ കുടലിൻ്റെ ആരോഗ്യത്തെ ഇത് നല്ലതായിട്ട് മെച്ചപ്പെടുത്തുകയും ചെയ്യും. പല കുട്ടികളും വന്ന ഉടനെ നൂഡിൽസൊക്കെ കഴിക്കാനുള്ള ടെൻഡൻസിയാണ് കൂടുതലുള്ളത്, ഫാസ്റ്റ് ഫുഡ് കഴിക്കുക. അപ്പം നമ്മുടെ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ആഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ടാണ് അവർക്ക് നല്ല ആയുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കിതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കറിയായാലും കൂട്ടി കഴിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഇന്നിവിടെ ചെറിയൊരു പച്ചമുളക് കൊണ്ട് ഒരു ചെറിയൊരു ചമ്മന്തി പോലെ ഉണ്ടാക്കിയാണ് കഴിക്കുന്നത്. പച്ചമുളകും ഉള്ളിയും കൂടെ മിക്സിക്കകത്ത് നല്ലോണം പൊട്ടിച്ചെടുത്തിട്ട് ശകലം പച്ചവെളിച്ചെണ്ണ, ഉപ്പും കൂടെ ചേർത്ത് പച്ചവെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഇതിനൂടെ കഴിക്കുന്നത്. സാധാരണ ഇത് ചില സമയത്തൊക്കെ റെഡ് ചില്ലി പൊട്ടിച്ചുണ്ടാക്കാറുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ ഈ ചുമന്ന മുളക് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് പച്ചമുളകാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ ആഴ്ചയിൽ 1-2 തവണയെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക.